ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാളിനു വേണ്ടി പരിശുദ്ധ സഭ അനുഗ്രഹത്തോടെ ഒരുങ്ങുന്ന ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോ മിശിഹ തൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരോട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകത പറയുന്ന തിരുവചന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ദിനങ്ങളിൽ നമ്മളും കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ജെറുസലേം വിട്ടുപോകാതെ കാത്തിരിക്കാൻ പറയുമ്പം, ജെറുസലേം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇസ്രയേൽ ജെറുസലേമിനെ എപ്പോഴും കണ്ടിരുന്നത്. നമ്മെ സംബന്ധിച്ച് ഈ ദിനങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവസാന്നിധ്യത്തിലായിരിക്കുക. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവിൽ പരിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട് പരിശുദ്ധ വചനത്തോട് ചേർന്നിരുന്ന് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സജീവതയെ കൂടുതൽ ഉയർത്തി ദൈവാത്മാവിന് വേണ്ടി കാത്തിരുന്ന അപ്പസ്തോലന്മാരോടും പരിശുദ്ധ അമ്മയോടും മറ്റു ശിഷ്യ സമൂഹത്തോടും ചേർന്ന് ആദിമ സഭയുടെ തീഷ്ണതയോടെ ഈ ദിനങ്ങളിൽ നമ്മൾ ഒരുങ്ങാൻ ഈശോ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. വിശുദ്ധ മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വീണ്ടും വീണ്ടും സജീവമാക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ദിനങ്ങൾ ഒരു യാത്രയുടെ ദിനങ്ങളായി നമുക്ക് സ്വീകരിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവവചനത്തോട് ചേർന്ന് ആത്മാവിനെ വിശുദ്ധീകരിച്ച് നവീകരിച്ച് ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാൻ, അനുഗ്രഹമുള്ള സമൂഹമാകുവാൻ, അതുവഴി വിശ്വാസത്തിൻ്റെ ശക്തമായ സാക്ഷ്യമായി കാലഘട്ടത്തിൽ മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്കൊരുങ്ങാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.